ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏപ്രിൽ 26-ലേക്കും മെയ് 15-ലേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാവുന്ന വികാരം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഡിസംബർ മാസത്തിൽ 2019 കേരളത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ വലിയ പ്രതിഷേധങ്ങളും മറ്റൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമാണല്ലോ. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ തവണ 19 സീറ്റ് UDF-ന് കിട്ടുമ്പോൾ അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ നിർണായകമായ പങ്ക് വഹിച്ചല്ലോ. അതിന് സമാനമായ ഒരു കാര്യത്തിന് അരങ്ങൊരുകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച വികാരം LDF-ഉം UDF-ഉം ഒരുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനുള്ള പോലൊരു വികാരം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനില്ല. അവരിൽ കുറേ പേരെങ്കിലും ഈ സമരം അടിസ്ഥാനരഹിതമാണെന്നും അസ്ഥാനത്തുള്ളൊരു സമരമാണ്, ഇങ്ങനെ ഒരു വികാര പ്രകടനമാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും കൺസോൾട്ടേഷൻ ഈ കാരണത്താൽ ഉണ്ടാകണം എന്നില്ല. കഴിഞ്ഞ തവണ അതുണ്ടായതെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെയും BJP-യെയും ചെറുക്കുന്നതിന് രാജ്യത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ്, ഒരു തോന്നൽ അതിശക്തമായ രീതിയിൽ ഈ രണ്ട് സമുദായങ്ങളുടെ ഇടയിലുണ്ടായി. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടായി. അതിനു പുറമെ ശബരിമല ഏൽപ്പിച്ച വലിയ ആഘാതം ഇടതുപക്ഷത്തിനുണ്ട്. കുറേ വോട്ടുകൾ BJP-ക്ക് പോയി, കുറേ വോട്ടുകൾ അവിടെയും കോൺഗ്രസിലേക്ക് തന്നെ വന്നു. കാരണം LDF-നെ തോൽപ്പിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് BJP-ക്ക് വോട്ട് കൊടുത്താൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അവരുടെ വോട്ട് കോൺഗ്രസിലേക്ക് മാറ്റി. അത് ഇടതുപക്ഷത്തു നിന്നാണ് വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ട്. തെരഞ്ഞെടുപ്പ് പോലെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലമെടുത്ത് നോക്കിയാൽ മതി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് ഏതാണ്ട് ബിന്ദു കൃഷ്ണൻ കിട്ടിയ അത്ര വോട്ടൊക്കെ തന്നെ കിട്ടിയിരുന്നു. അല്ലെങ്കിൽ G. ബാലേന്ദ്രന് അതിന് മുമ്പത്തെ തവണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടേ കിട്ടിയിരുന്നു. മറിച്ച് സമ്പത്തിൻ്റെ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. അത് പോയത് ശോഭാ സുരേന്ദ്രൻ്റെ പെട്ടിയിലേക്കായിരുന്നു. അപ്പോൾ ഇതാണ് അതിനകത്ത് ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടർ ശബരിമലയാണ്. പ്രത്യേകിച്ച് ഈഴപരാധി പിന്നാക്ക സമുദായക്കാർക്കിടയിൽ ശബരിമല വളരെ പ്രധാനപ്പെട്ടൊരു വികാരമായിരുന്നു. ആ വികാരത്തിലാണ് LDF പരാജയപ്പെടുകയും BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയും UDF വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും പല ഘടകങ്ങളും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം ഇല്ലായിരുന്നെങ്കിലും പാലക്കാട്ട് VK ശ്രീകണ്ഠനോ അല്ലെങ്കിൽ കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനോ കഴിഞ്ഞ തവണ വിജയിക്കുമായിരുന്നില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റ് പല ഘടകങ്ങളും ഉണ്ട്. കഴിഞ്ഞ തവണത്തെ അത്രയും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഉണ്ടാകും എന്ന് വിചാരിക്കാൻ പറ്റുകയില്ല. പക്ഷേ ജാതി മത പാർട്ടി ഭേദമന്യേ LDF-നെതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. കാരണം ഈ ഭരണത്തിലുള്ള വീഴ്ചകൾ, അഴിമതി, കെടുകാര്യസ്ഥത, അതിനേക്കാളും ധൂർത്ത്, SFI-ക്കാരുടെ DYFI-ക്കാരുടെ ഒക്കെ ജീവൻ രക്ഷാ പ്രവർത്തനം, അങ്ങനെയുള്ള പിന്നെ മാസപ്പടി അടക്കമുള്ള കാര്യങ്ങൾ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ LDF-നെ നേരിട്ടുണ്ട്.